എല്ലാവർക്കും KM TV കർണാട്ടിക് വയലിൻ റിവിഷൻ ക്ലാസ് 7ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർജി. അപ്പോൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ മന്ത്രസ്ഥായി വരിശകൾ മുഴുവനും പ്രാക്ടീസ് ചെയ്തു. ഇതൊരു ജസ്റ്റ് പോളിഷിംഗ് ആണ് ഈ റിവിഷൻ ക്ലാസ്. അത് നിങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യും എന്നെനിക്കറിയാം. പഠിക്കുന്നതിലേക്ക് നല്ലൊരു സഹായമാകും. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ജണ്ട വരിശകളാണ്. അതായത് കർണാടക സംഗീതം എന്ന ബുക്കിലെ ശ്രീ സുരേഷ് നാരായണൻ സാർ എഴുതിയ ബുക്കിലെ ജണ്ട വരിശകൾ 1 മുതൽ 2 വരെയുള്ളതായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ജണ്ട വരിശകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ജണ്ട വരിശ നോക്കാം. ജണ്ട വരിശ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്വരങ്ങളാണ് മുഴുവൻ. അതായത് ഒരടിക്ക് 2 അക്ഷരം വരുന്നതാണ് ജണ്ട വരിശകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ജണ്ട വരിശ ഒന്ന് നോക്കാം. സാ സാ രീ രീ ഗ ഗ മ മ പ പ ദ ദ നീ നീ സാ സാ താരസ്ഥായി സായിച്ചെന്നു. അവിടെ നിന്ന് താഴേക്ക് വരും. അതായത് മധ്യസ്ഥായി സായിലേക്ക്. സാ സാ നീ നീ ദാ ദാ പ പ മാ മാ ഗ ഗ രീ രീ സാ സാ. അപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി വയലിൻ ഇത് വായിക്കുന്ന രീതി ഒന്ന് നോക്കാം. ഇതാ സാ സാ രീ രീ. താരസ്ഥായി സായിച്ചെന്നു. മധ്യസ്ഥായി സായിലേക്ക് വരിക. ഇനിയും അതിനൊരു ഗമകമിട്ട് വായിക്കുന്ന രീതി കൂടെ നമുക്കൊന്ന് നോക്കാം. സരിഗമപദനിസ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ വായിക്കേണ്ട ചെറിയ ഗമകം കൊടുത്ത് വായിക്കേണ്ട രീതിയുണ്ട്. അത് നിങ്ങൾ പഠിച്ചെങ്കിലേ ഇത് അങ്ങനെ വായിക്കാൻ നോക്കൂ. ഞാനിപ്പോൾ വായിച്ച പോലെ. ഇതാ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. സാ രീ ഗ പ ദ നീ സാ സാ നീ ദ പ മാ ഗ രീ സാ. പാ ഈ നടുക്കത്തെ വിരലുകൊണ്ട് വായിക്കണം. പാ മാ പാ മാ ഗ രീ സാ. ജണ്ടവരിശയിലാകുമ്പോൾ സാ ഇവിടെ വായിക്കും നമ്മൾ. ഈ സായും ഈ ഓപ്പൺ സായും കൂടെ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ജണ്ടവരിശ വായിക്കുമ്പോൾ സാ ഇവിടെ വായിക്കണം. ഇതാണ് ഒന്നാമത്തെ ജണ്ടവരിശ വായിക്കേണ്ട രീതി. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ വരിശ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാനൊന്ന് പാടാം. അത് കേട്ടിട്ട് നമുക്ക് വയലിനെ വായിക്കാൻ പറ്റും. സാ സാ രീ രീ ഗ ഗ മ മ രീ രീ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ
സാ സാ നീ നീ ദാ ദാ പ പ നീ നീ ദാ ദാ പ പ മാ മാ ദാ ദാ പ പ മാ മാ ഗ ഗ പ പ മാ മാ ഗ ഗ രീ രീ മാ മാ ഗ ഗ രീ രീ സാ സാ. പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഞാൻ ഒന്നാമത്തെ ജണ്ടവരിശയിൽ തന്നെ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇത് ഞാൻ വായിച്ചു പോവുകയുള്ളൂ. സാധാരണ ഒരു ചെറിയ ഗമമൊക്കെ കൊടുത്തങ്ങ് വായിക്കും. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. ഇതേ രൂപത്തിൽ ഇത് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ജണ്ടവരിശ നിങ്ങളൊരു 5-6 തവണ കൊണ്ട് നിർത്തരുത്. കണ്ടിന്യൂ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാനിരുന്നാൽ ഒരു 2 വരിശ മാത്രം എടുക്കുക. അതത്രയും നേരം പ്രാക്ടീസ് ചെയ്യാമോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പല രൂപത്തിൽ. അതിൻ്റെ ഗുണം കിട്ടും. അതുപോലെ തന്നെ സ്വരങ്ങളെ വർദ്ധിപ്പിച്ചും വായിക്കണം. അതായത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു ബോയിൽ തന്നെ സാ സാ രീ രീ കണ്ടോ. പിന്നെ ഗ ഗ മാ മാ ഇങ്ങനെ ഇരട്ടിച്ച് വായിക്കാനൂടെ പഠിക്കാമെങ്കിൽ വയലിൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റിവിഷൻ ക്ലാസ്സിൽ ഈ 2 വരിശകളേ ഉള്ളൂ. ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അജയ്കുമാർജി നിങ്ങളോട് തൽക്കാലത്തേക്ക് ഈ ക്ലാസ്സിൽ നിന്നും വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.